അധ്യാത്മരാമായണത്തിൽ പല ഭാഗങ്ങളിലും പലതരം ഉപദേശങ്ങളുണ്ട്, പലതരം ഗീതകളുണ്ട്. അത് ശ്രീരാമചന്ദ്രന് ഉപദേശിക്കപ്പെട്ടവയും ശ്രീരാമചന്ദ്രനാൽ ഉപദേശിക്കപ്പെട്ടവയും ഉണ്ട് അതിൽ. അപ്പോൾ ലക്ഷ്മണനെ തന്നെ ശ്രീരാമൻ അധ്യാത്മരാമായണത്തിൽ പല ഭാഗത്തും ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശ്രീരാമഗീത അധ്യാത്മരാമായണം ഉത്തരകാണ്ഡത്തിൽ വരുന്ന ഒരു ഭാഗമാണ്. സീതാപരിത്യാഗത്തിന് ശേഷം ഏതാണ്ട് സന്യാസിയെ പോലെ കഴിയുന്ന ശ്രീരാമനെ സമീപിച്ച് ലക്ഷ്മണൻ തനിക്ക് ബ്രഹ്മവിദ്യ അഥവാ സംസാരസാഗരത്തിൽ നിന്നും മുക്തമാകാനുള്ള അറിവ് ഉപദേശിക്കാൻ അപേക്ഷിക്കുകയാണ്. അങ്ങനെ രാമൻ ലക്ഷ്മണന് നൽകുന്ന ബ്രഹ്മോപദേശമാണ് ശ്രീരാമഗീത എന്ന് അറിയപ്പെടുന്നത്. ഇത് ഗാനം ചെയ്യപ്പെടുന്നത് ശിവപാർവതി സംവാദം അഥവാ ശിവോപദേശം എന്ന രൂപേണയാണ്. ശിവൻ ശ്രീരാമഗീത പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്ന രീതിയിലാണ്. തതോ ജഗന്മംഗലമംഗലാത്മന വിധായ രാമായണ കീർത്തിമുത്തമാം ചചാരപൂർവാ ചരിതം രഘൂത്തമോ രാജർഷിവരീരഭിസേവിതം യഥാ എന്നാരംഭിക്കുകയാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ സീതാപരിത്യാഗത്തിന് ശേഷം, സീതാദേവിയെ പരിത്യജിച്ച ശേഷം രാജ്യകാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നു, രാജാവായിരിക്കുന്നു എങ്കിലും അദ്ദേഹം ഒരു ഋഷിവര്യൻ്റെ മനസ്സോടെയാണ് ആ രാജ്യഭാരം ഏറ്റെടുത്തിരിക്കുന്നത്. ഭരണം നടത്തുന്നതെങ്കിലും അതൊരു ഋഷിയെ പോലെയാണ്. ഈ രാജ്യം എൻ്റേതാണെന്നും താൻ രാജാവാണ് എന്നും ഈ സ്വത്തുക്കളെല്ലാം തൻ്റേതാണെന്നും ഒന്നുമുള്ള യാതൊരു ചിന്തയുമില്ലാതെ, ആ ഒരു ഭാവവുമില്ലാതെ ഒരു ഋഷിയെ പോലെ ഒരു രാജർഷിയായി അദ്ദേഹം രാജ്യം പരിപാലിച്ചു വരികയാണ്. അപ്പോൾ ആത്മബോധസ്ഥിതമായ ശ്രീരാമൻ്റെ ആ നില, ആ ചിത്തനൈർമല്യം, ഒന്നിനോടും ബദ്ധമാകാത്ത ആ നില, ഇതെല്ലാം കണ്ട് അനുജനായ ലക്ഷ്മണന് അദ്ദേഹത്തോട് വളരെ ബഹുമാനവും ആ നിലയെ പ്രാപിക്കാനുള്ള ആഗ്രഹവുമൊക്കെ ഉളവാവുകയാണ്. അപ്പോൾ ജ്യേഷ്ഠനെ തൻ്റെ ഗുരുവായി കണ്ടിരിക്കുകയാണ് ലക്ഷ്മണൻ. ജ്യേഷ്ഠനോട് തന്നെ അദ്ദേഹം അപേക്ഷിക്കുകയാണ്, ജ്ഞാനത്തെ ഉപദേശിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ത്വം ശുദ്ധബോധോസി ഹി സർവദേഹിനാം ആത്മസ്യധീശോസി നിരാകൃതി സ്വയം പ്രതീയസേ ജ്ഞാനദൃശാം മഹാമതേ പാദാബ്ജഭൃംഗാഹിതസംഗസംഗിനാം. സകല ദേഹങ്ങൾക്കും ആത്മാവും സർവേശ്വരനും ശുദ്ധബോധസ്വരൂപനുമായ മഹാമതേ എന്നാണ് അനുജൻ ജ്യേഷ്ഠനെ അഭിസംബോധന ചെയ്യുന്നത്. ഇരിക്കുന്നത് വെറും രാജാവല്ല, തൻ്റെ ജ്യേഷ്ഠൻ മാത്രമല്ല, ആ ഇരിക്കുന്നത് ശുദ്ധബോധസ്വരൂപമായ ബ്രഹ്മം തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് അവിടെ ലക്ഷ്മണൻ. അപ്പോൾ സകല ദേഹങ്ങൾക്കും ആത്മാവും സർവേശ്വരനും ശുദ്ധബോധസ്വരൂപനുമായ മഹാമതേ, അങ്ങ് ജ്ഞാനികൾക്കും ഭക്തന്മാർക്കും ഒരുപോലെ ആശ്രയമായിരിക്കുന്നുവല്ലോ. അങ്ങനെയുള്ള അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. അങ്ങെനിക്ക് സംസാരസാഗരത്തെ കടക്കുവാനുള്ള അറിവ് ഉപദേശിച്ചാലും എന്നാണ് ലക്ഷ്മണൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഇത് കേട്ട് വളരെ സന്തുഷ്ടിയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നീ നിൻ്റെ വർണ്ണാശ്രമധർമ്മങ്ങളെ യഥാവിധി അനുഷ്ഠിച്ച് ചിത്തശുദ്ധി വരുത്തി ജ്ഞാനം നേടാനുള്ള അർഹതയെ ആർജിക്കൂ. അതിനുശേഷം ഒരു സദ്ഗുരുവിനെ ആശ്രയിച്ച് ജ്ഞാനം നേടിയാലും എന്ന് പറയുകയാണ്. ഒരു സദ്ഗുരുവിനെ ആശ്രയിക്കാൻ പറയുകയാണ്. ചിത്തശുദ്ധി വന്നതിന് ശേഷമേ നിനക്കൊരു സദ്ഗുരുവിനെ പോലും ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ചിത്തശുദ്ധി വരുന്നതിനായി എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് പറയുകയാണ്. അപ്പോൾ അതിലാദ്യം തന്നെ ഉപദേശിക്കുകയാണ്, കർമ്മങ്ങളെ ത്യജിക്കുക എന്നതാണ് അതിന് ഏറ്റവും അത്യാവശ്യമായ കാര്യം. ക്രിയാശരീരോദ്ഭവഹേതുരഭൃത പ്രിയാപ്രിയൗതവോ ഭവതസുരാഗ്ന. ശരീരത്തിന് കാരണമായി തീർന്നിരിക്കുന്നത് കർമ്മങ്ങളാണ്. അങ്ങനെയുള്ള ശരീരത്തിൽ സക്തനായവന് പ്രിയങ്ങളും അപ്രിയങ്ങളും ഉള്ളതായി ഭവിക്കും.
ശരീരത്തിൽ സക്തനായവനാണ് പ്രിയവും അപ്രിയവും ഉണ്ടാകുന്നത്, ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളവർ ധർമ്മവും പ്രവർത്തിക്കും അധർമ്മവും പ്രവർത്തിക്കും. ഇങ്ങനെ അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ചെയ്ത് വീണ്ടും വീണ്ടും ശരീരത്തെ സൃഷ്ടിക്കും. ആ ശരീരത്തിലിരുന്ന് പിന്നെയും പിന്നെയും കർമ്മങ്ങളെ കൂട്ടിവെക്കും. ഇങ്ങനെ മോചനമില്ലാത്ത ജനിമൃതി ചക്രത്തിൽ പെട്ടിങ്ങനെ കറങ്ങും. ഒരു കർമാസക്തനെ കുറിച്ച് പറയുകയാണ്. കർമ്മത്തിൽ ആസക്തരായവർ ഇങ്ങനെ വീണ്ടും 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 ശരീരങ്ങളെ കൂട്ടിവെച്ച് ഈ ചക്രത്തിൽ പെട്ടിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കെ അജ്ഞാനമേവാസിഹി മൂലകാരണം. ഇതിൻ്റെ എല്ലാം മൂലകാരണം എന്താണ്? ഇങ്ങനെ ബദ്ധനായിരിക്കുന്നതിന്, ഇങ്ങനെ കർമ്മബദ്ധനായിരിക്കുന്നതിന്, കർമാസക്തനായിരിക്കുന്നതിന്, സംസാരിയായിരിക്കുന്നതിന് കാരണം എന്താണ്? അജ്ഞാനമാണ്. ആ അജ്ഞാനം അഥവാ അവിദ്യയിൽ നിന്ന് മുക്തമായാലേ ജീവനും മുക്തി ലഭിക്കുകയുള്ളൂ. കർമ്മങ്ങളെല്ലാം ഉളവാകുന്നത് അജ്ഞാനത്തിൽ നിന്നാണ്. കർമ്മവും അജ്ഞാനവും, കർമ്മവും അവിദ്യയും പരസ്പര ബന്ധിതങ്ങളാണ്. അതുകൊണ്ട് കർമ്മത്താൽ നിനക്ക് കർമ്മപാശത്തെ ലംഘിക്കാനാവുകയില്ല. ഒരു കർമ്മം കൊണ്ട് നാം മറ്റൊരു കർമ്മം സൃഷ്ടിക്കുകയേ ഉള്ളൂ. ഒരു കർമ്മം ചെയ്ത് നമുക്ക് ഈ കർമ്മപാശത്തെ ലംഘിക്കാനാവുകയില്ല. കർമ്മം അവിദ്യയെ ഏറ്റുകയേ ഉള്ളൂ. അതുകൊണ്ടാണ് ജീവൻ മുക്തരായ ജ്ഞാനികൾ കർമ്മനാശം വരുത്തണം എന്ന് ഉപദേശിക്കുന്നത്. മനസ്സിനെ അടക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സടങ്ങിയാലേ കർമ്മങ്ങൾ നിലയ്ക്കുകയുള്ളൂ. ഒരു കർമ്മം മറ്റൊരു കർമ്മത്തിന് കാരണമായി തീരും. അങ്ങനെ ജനിമൃതികൾ അനന്തമായി തുടരും. കർമ്മഫലം പുതിയ പുതിയ ശരീരങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ബുദ്ധിമാൻ വിചാരമാർഗം അഥവാ ജ്ഞാനമാർഗത്തെ ആശ്രയിക്കേണ്ടതാണ് എന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തൻ്റെ അനുജനായ ലക്ഷ്മണനോട് പറയുകയാണ്. അപ്പോൾ ഒരു ചോദ്യം ഉയരുകയാണ് അവിടെ. അപ്പോൾ വേദങ്ങൾ, ഗീതകൾ, പുരാണങ്ങൾ ഇവയെല്ലാം കർമ്മയോഗത്തെ പറ്റി പറയുന്നുവല്ലോ, അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു മനസ്സിലാക്കിയാൽ ജ്ഞാനത്തിലേക്ക് എത്തുവാനുള്ള കർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കർമ്മയോഗം എന്നാൽ അതാണ്, ജ്ഞാനത്തെ ലക്ഷ്യം വെച്ചുള്ള കർമ്മങ്ങൾ. നാം ചെയ്യുന്ന പ്രവൃത്തികൾ അഥവാ കർമ്മങ്ങളെല്ലാം തന്നെ മുക്തിയെ അല്ലെങ്കിൽ ജ്ഞാനത്തെ ലാക്കാക്കിയുള്ളതായിരിക്കണം. ഉദാഹരണമായി ജപിക്കുന്നു നാം, ജപം ഒരു കർമ്മമാണ്, ധ്യാനം ഒരു കർമ്മമാണ്, സ്വാധ്യായം ഒരു കർമ്മമാണ്, പൂജാദികൾ, ഹോമം, യോഗാഭ്യാസം ഇവയെല്ലാം കർമ്മങ്ങളാണ്. എന്നാൽ ഇത്തരം കർമ്മങ്ങളെല്ലാം എന്താണ് ലക്ഷ്യമാക്കുന്നത്? മുക്തിയെയാണ് ലക്ഷ്യമാക്കുന്നത്, ഈശ്വരനെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ അത്തരം കർമ്മങ്ങൾ തുടരാം. ആ കർമ്മങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതാണ് കർമ്മയോഗം പറയുന്ന കർമ്മം. എന്നാൽ അവസാനിപ്പിക്കേണ്ടത് ഇത്തരം കർമ്മങ്ങളാണ്, ഒഴിവാക്കേണ്ടത് ഇത്തരം കർമ്മങ്ങളാണ്, ഭൗതിക കർമ്മങ്ങളാണ്. ധനാർജനം, നാമാർജനം, ഭൗതിക സുഖങ്ങൾ ആർജിക്കുക, ഇതൊക്കെ ലാക്കാക്കിയുള്ള കർമ്മങ്ങളെ സാധകൻ ഉപേക്ഷിക്കേണ്ടതാണ്. ഇനിയും ശരീരം ലഭിക്കത്തക്ക വിധമുള്ള ഈശ്വരപദ ലക്ഷ്യാർത്ഥമല്ലാത്ത ആശാബദ്ധമായ കർമ്മങ്ങളെ ഉപേക്ഷിച്ചുകൊള്ളുക എന്നാണ് പറയുന്നത്. കർമാകൃതോ ദോഷമഭി ശ്രുതിർജഗവും, കർമ്മം ചെയ്യാതിരിക്കുന്നത് പാപമാണ് എന്നുകൂടി ശ്രുതികൾ പറയുന്നുണ്ടല്ലോ എന്നായി അടുത്ത ചോദ്യം. ശരിയാണ്, മോക്ഷത്തെ ലാക്കാക്കിയുള്ള കർമാനുഷ്ഠാനങ്ങൾ ചെയ്യാതിരിക്കുന്നത് പാപമാണ്. ഈ സംസാരത്തെ തരണം ചെയ്യണമെന്ന ചിന്ത, ആ ആഗ്രഹം ഉദിക്കാതെ എവിടെയാണ് നിനക്ക് മുക്തി? ആ ആഗ്രഹം സാധിക്കണമെങ്കിൽ അതിലേക്കുള്ള സാധനകൾ അനുഷ്ഠിക്കണം. ആ സാധനകൾ പലവിധ കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്. സാധന ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്. മുക്തിയിലേക്ക് പോകണം. ഈ ഭൗതികമായ കെട്ടുപാടുകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മുക്തമാവണം. നിങ്ങളൊരു ഭക്തനാണെങ്കിൽ എനിക്ക് ഈശ്വരപാദത്തിൽ ലയിക്കണം, അല്ലെങ്കിൽ ഈശ്വരോന്മുഖമായിരിക്കണം എൻ്റെ ജീവിതം എന്ന് കരുതാതിരിക്കുന്നത് തെറ്റാണ്.
അപ്പോൾ കർമ്മയോഗം എന്നത് ഇത് മാത്രമാണ്. മുക്തിയെ അല്ലെങ്കിൽ ഈശ്വരനെ ലാക്കാക്കിയുള്ള കർമ്മങ്ങളെ ശ്രദ്ധിക്കൂ. എല്ലാം എങ്ങനെയാണ് അനുഷ്ഠിക്കുന്നത്? ഇതൊന്നും എൻ്റേതല്ല, എല്ലാം ഈശ്വരൻ്റേതാണ് എന്ന ഭാവത്തിലാണ് നാം അനുഷ്ഠിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് അഗ്നിഹോത്രം ചെയ്യുന്നത് എങ്ങനെയാണ്? എല്ലാം അഗ്നിക്ക് സമർപ്പിക്കുന്നു, സൂര്യന് സമർപ്പിക്കുന്നു, പ്രജാപതിക്ക് സമർപ്പിക്കുന്നു. ഇതം ന മമ, ഇതൊന്നും എൻ്റേതല്ല, ഈ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും എൻ്റേതല്ല, അല്ലെങ്കിൽ ഈ സമർപ്പിക്കുന്നതൊന്നും എൻ്റേതല്ല എന്ന ഭാവത്തിലാണ് ഈ കർമ്മങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കർമ്മങ്ങളാണ് നാം അനുഷ്ഠിക്കേണ്ടത്. മുക്തിക്ക് സഹായകമാകുന്ന അല്ലെങ്കിൽ അതിനുതകുന്ന കർമ്മങ്ങൾ. അങ്ങനെ മുക്തിയെ ലക്ഷ്യമാക്കിയുള്ള കർമ്മങ്ങൾ മാത്രമേ ഒരു സാധകൻ അനുഷ്ഠിക്കാവൂ. മറ്റ് കർമ്മങ്ങളെയെല്ലാം തള്ളിക്കളയേണ്ടതാണ്. കേചിത് വദന്തി വിതർക്കവാദിൻ അസ്തദപ്യസ്സ ദൃഷ്ടിവിരോധകാരണാത് ദേഹാഭിമാനാത് അഭിവർദ്ധ്യതേ ക്രിയ വിദ്യാഗതാഹംകൃത പ്രസിദ്ധ്യതി. അങ്ങനെയല്ല, ഈ പറയുന്നതൊക്കെ തെറ്റാണ് എന്ന് വാദിക്കുന്ന വിതർക്കവാദികൾ അഥവാ കർമ്മികൾ പറയുന്നത് തെറ്റാണ്. ഒരു തരത്തിലും മനസ്സിനെ അടക്കാൻ പറ്റാത്ത, ഭൗതിക സുഖങ്ങൾ അനുഭവിച്ചു മതിയാകാത്ത, വീണ്ടും വീണ്ടും വെട്ടിപ്പിടിച്ച് ഇവിടെ ഇങ്ങനെ ജീവിക്കണമെന്ന് ആശിക്കുന്നവരെയാണ് നമ്മൾ കർമ്മികൾ എന്ന് പറയുന്നത്. ആ കർമ്മികൾ ഇങ്ങനെ കർമ്മത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്താ കാര്യം? അവർക്കൊരു സെക്കൻഡ് നേരത്തേക്ക് പോലും ഒരടക്കവും ഇല്ല. അപ്പോൾ എവിടെയെങ്കിലും അടങ്ങിയിരിക്കുന്നവരെ കാണുമ്പോൾ ഇവർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അങ്ങനെ അല്ലാന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ട് വരും. അത് നമ്മൾ ശ്രവിക്കാൻ പാടില്ല, അത് എടുക്കാൻ പാടില്ല. അവർ പറയുന്നത് 100% തെറ്റാണ് എന്ന് ശ്രീരാമചന്ദ്രൻ പറയുകയാണ്. ഈ മറ്റ് കർമ്മങ്ങളെല്ലാം തന്നെ, ഈ ഭൗതിക കർമ്മങ്ങളെല്ലാം തന്നെ ദേഹാഭിമാനത്തെ അല്ലെങ്കിൽ നമ്മുടെ ശരീരബോധത്തെ വർദ്ധിപ്പിക്കുകയുള്ളൂ. നമ്മുടെ പലതരം അഭിമാനങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ശരീരബദ്ധമായ തൻ്റെ പേരിനോടും തൻ്റെ രൂപത്തോടും ചേർന്ന് വരുന്ന പലതരം അലങ്കാരങ്ങളെ വാരിക്കൂട്ടി അതിൽ അഭിരമിക്കുകയാണ് നമ്മൾ ചെയ്യുക. അതിനെ വർദ്ധിപ്പിക്കുകയുള്ളൂ കർമ്മങ്ങൾ. ഈ ശരീരബോധം ഇല്ലാത്ത അവസ്ഥയിൽ മാത്രമേ നമുക്ക് മുക്തി ഉണ്ടാവുകയുള്ളൂ. അത് ഒടുങ്ങിയാൽ മാത്രമേ നമുക്ക് ജ്ഞാനവും ലഭിക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കർമ്മങ്ങളെ ഒഴിച്ചുകൊള്ളുക. വിശുദ്ധ വിജ്ഞാന വിരോചനാഞ്ചിത വിദ്യാത്മവൃത്തിശ്ചരമേതി ഭണ്യതയും. വിശുദ്ധ വിജ്ഞാനം, ഏറ്റവും ശുദ്ധമായ ജ്ഞാനം അഥവാ സ്വാത്മജ്ഞാനം. ആ ജ്ഞാനത്തെ അന്വേഷിക്കുകയും അതിൽ ലയിച്ച് അതായി തീർന്ന് അതായി തന്നെ ഇരിക്കുന്നതുമാണ് ആത്മവിദ്യ. മറ്റ് കർമ്മങ്ങളെല്ലാം തന്നെ കർത്താവ്, കാരണം, കാലം, ദേശം ഇങ്ങനെയുള്ള അവിദ്യ കൊണ്ടുളവാകുന്നതാണ്. എന്നാൽ ആത്മവിദ്യ അഥവാ സ്വാത്മജ്ഞാനം സകല കർമ്മങ്ങളെയും ഇല്ലാതാക്കും. അവിദ്യയെ അത് നശിപ്പിക്കും. കർമ്മങ്ങളെല്ലാം അവിദ്യയാണ്. സ്വാത്മജ്ഞാനം അഥവാ വിദ്യ നേടിയവൻ കർമ്മങ്ങളില്ലാത്തവരായി ഭവിക്കും. തസ്മാത് ത്യജേത് കാര്യമശേഷ സുധീർ വിദ്യാവിരോധാന് സമുച്ചയോ ഭവേത്. കർമ്മവും ജ്ഞാനവും ചേർന്നു പോകയില്ല. അവ പരസ്പര വിരുദ്ധങ്ങളാണ്. മനസ്സ് ചലിക്കുന്നിടത്താണ് കർമ്മം അഥവാ പ്രവർത്തനം ഉളവാകുന്നത്. മനസ്സ് നിശ്ചലമായിടത്താണ് ജ്ഞാനമുദിക്കുന്നത്. ചലിക്കുന്ന മനസ്സും കർമ്മങ്ങളും ജ്ഞാനത്തിന് തടസ്സമാണ്. ആത്മവിദ്യയെ നാം നിശ്ചല തത്വം എന്നാണ് പറയുന്നത്. നിശ്ചലമായ, ചലിക്കാത്ത ആ ഒരു നിലയിലാണ് നിർമ്മല തത്വം അഥവാ ആത്മതത്വം വിളങ്ങുന്നത്. അതുകൊണ്ട് വിദ്വാൻ അഥവാ ബുദ്ധിമാൻ എന്ത് ചെയ്യണം? ലോകവിഷയങ്ങളെയും ഇന്ദ്രിയ സുഖങ്ങളെയും മായ എന്ന് കണ്ട് അതിൽ നിന്നും പിന്തിരിഞ്ഞ് ആത്മവിദ്യയെ തേടണം. യാവാ ശരീരാദിഷു മായയാത്മധി. ദൈവികവും വൈദികവുമായ കർമ്മങ്ങൾ പോലും, അതായത് ആത്മവിദ്യയ്ക്ക് ഉതകാനായി നാം സ്വീകരിച്ച കർമ്മങ്ങൾ പോലും, ആത്മവിദ്യയ്ക്ക് ഉതകാനുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്ന് മുമ്പേ പറഞ്ഞല്ലോ. ദൈവികവും വൈദികവുമായ കർമ്മങ്ങൾ
ആ കർമ്മങ്ങൾ പോലും നാം ശരീരമാണെന്ന മായാകൽപ്പന നിലനിൽക്കും വരെയേ ഉള്ളൂ. നമ്മുടെ വാസന അല്പമെങ്കിലും അവശേഷിക്കും വരെ മാത്രമേ അതുമുള്ളൂ. ഈ മനസ്സും ശരീരവും വാസനകളും കൂടി നമ്മുടെ ഉണ്മയെ മറച്ച് സ്വയം ശരീരമാണെന്ന അറിവിനെ ഉറപ്പിച്ചിരിക്കുകയാണല്ലോ. നമ്മളെന്താണോ ആ സത്യത്തെ അങ്ങ് മറന്നിട്ട് ഈ കള്ളം അല്ലെങ്കിൽ ഈ ശരീരമാണ് നാം എന്നുള്ള ഒരു അറിവിനെ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ് നമ്മുടെ വാസന. ഈ അവിദ്യയിൽ നിന്നും മുക്തമാകാനായി നാം പലവിധ വൈദിക ദൈവിക സാധനകൾ അനുഷ്ഠിക്കും. എന്നാൽ ഈ കർമ്മങ്ങളും നേതീതി വാക്യൈരഖിലം നിഷിധ്യ, നേതി ചെയ്ത് ഇല്ലാത്തതാണ് എന്ന് കണ്ട് തള്ളിക്കളഞ്ഞ് ആത്മവിദ്യ നേടി സർവകർമ്മങ്ങളെയും പരിത്യജിക്കേണ്ടതാണ്. അതായത് ആത്മവിദ്യയെ അറിയാനായി നാം ഉപയോഗിച്ച മാർഗങ്ങളെയും വെറും മാർഗങ്ങൾ എന്ന് കണ്ട് ഉപേക്ഷിക്കേണ്ടതാണ്. പരമാവസ്ഥയിൽ ഇതൊന്നും തന്നെയില്ല. ഒരു ചലനവുമില്ല, ഒരു കർമ്മവുമില്ല. എന്തിനെങ്കിലും പറ്റിയുള്ള ഒരണുമാത്രമായ ചിന്തനം പോലും അവിടെയില്ല. അതാണ് സ്വനില. ജീവാത്മാവ്, പരമാത്മാവ് എന്നിങ്ങനെയുള്ള ദ്വൈതം, ഭേദബുദ്ധി ഇതെല്ലാം ജ്ഞാനമടയുന്നതോടെ അല്ലെങ്കിൽ ആത്മവിദ്യാവിലാസത്തോടെ ഇല്ലാതാകും. അങ്ങനെ ഒരു ദ്വൈതഭേദം, പ്രത്യേക ജീവൻ എന്നത് അവസാനിക്കും. അതോടെ മായയും ഇല്ലാതെയാകും. ജനവൃതികൾക്കും ശരീരത്തിനും പ്രപഞ്ചത്തിനും കാരണമായ മായ ബ്രഹ്മത്തിൽ അഥവാ സ്വാത്മത്തിൽ വിലയിക്കും, അതില്ലാതെയാകും. ബ്രഹ്മം മായ എന്ന ദ്വൈതവും ഇല്ലാതെയാകും. ആത്മാനുഭവം അഥവാ സ്വാത്മവിദ്യയാൽ അപരോക്ഷാനുഭൂതിയിൽ മായ സമ്പൂർണമായി നശിക്കും. പിന്നെ അത് അല്പം പോലും ഉദിക്കുകയില്ല. പിന്നെ നാം എന്തു തന്നെ ദർശിച്ചാലും അതെന്തെന്ന് നമുക്കറിയാം. ഒന്നും കാണലുമില്ല, കേൾക്കലുമില്ല, അനുഭവിക്കലുമില്ല. സാ തൈത്തിരീയ ശ്രുതിരാഹസാദരം ന്യാസം പ്രശസ്താഖില കർമ്മണാം സ്ഫുടം. തൈത്തിരീയോപനിഷത്തും ബൃഹദാരണ്യകവും ഒക്കെ എന്താണ് പറയുന്നത്? മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ സർവകർമ്മങ്ങളെയും പരിത്യജിക്കേണ്ടതാണ് എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഉപനിഷത്തുകൾ, വേദങ്ങളും. ജ്ഞാനത്താൽ മാത്രമേ മോക്ഷം സാധിക്കുകയുള്ളൂ. കർമ്മത്തിൽ അത് സാധ്യമല്ല തന്നെ. കർമ്മി കർമ്മങ്ങളെ കൂട്ടുകയുള്ളൂ. അല്പം പോലും അടക്കം വരാത്തവരാണ് ഈ കർമ്മസിദ്ധാന്തത്തെ പറ്റി പറയുന്നത്. അവരാചാര്യസ്വാമികൾ പറഞ്ഞതുപോലെ വൃദ്ധസ്ഥാവൽ ചിന്താഗ്രസ്ത എന്ന അവസ്ഥയിൽ കഴിഞ്ഞു പോവും, അത്രയേ ഉള്ളൂ. വാർദ്ധക്യത്തിലും ചിന്താഗ്രസ്തരായി അസ്വസ്ഥരായി കഴിയുകയുള്ളൂ അത്തരക്കാർ. കൈവല്യത്തിലൊരു മന്ത്രമുണ്ട്, ശ്രദ്ധിച്ചിട്ടില്ലേ? എന്ന കർമ്മണാന പ്രജയാധനേന എന്നുള്ളത്. കർമ്മം നിർത്തുക, സാധകൻ മനഃപൂർവ്വമായിട്ട് തന്നെ അത് നിർത്തുക. ഇതെല്ലാം സാധകർക്ക് വേണ്ടിയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം വരികയാണ്. വിദ്യാസമത്വേന തു ദർശിതസ്ത്വയ ക്രതുർന ദൃഷ്ടാന്ത ഉദാഹൃത സമഹ. അതായത് കർമ്മവാദിയെ പറ്റി പറയുകയാണ്. അയാൾ പറയും യാഗകർമ്മങ്ങൾ ജ്ഞാനത്തിന് സമാനമാണ് എന്ന്. ഈ യാഗകർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ പാപം ഭവിക്കുമെന്ന്. എന്നാൽ യാഗകർമ്മത്തിൻ്റെയും ജ്ഞാനാന്വേഷണത്തിൻ്റെയും ഫലങ്ങൾ രണ്ട് തന്നെയാണ്. ഒരു യാഗം അനേകം കാരകങ്ങൾ അഥവാ ഭിന്ന വസ്തുക്കളുടെ സഹായത്താലാണ് നടക്കുന്നത്. യജ്ഞോപകരണങ്ങൾ, അഗ്നി, സമിത്തുകളി, യാഗാചാര്യൻ, യജമാനൻ, അങ്ങനെ എത്രയോ രൂപങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു കർമ്മമാണ് ഒരു യാഗം. ഈ യാഗങ്ങളെല്ലാം വിഹിത കർമ്മങ്ങളുമാണ്, ഫലത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇത്തരം കർമ്മങ്ങളെല്ലാം അജ്ഞാനിക്കുള്ളതാണ്. ഇതെല്ലാം അവിദ്യയിൽ തന്നെയാണ്. അങ്ങനെയുള്ള അജ്ഞാനി ഈ വേദകർമ്മങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ പാപമുണ്ടാവും. എന്താ കാരണം? ഈ അജ്ഞാനി താൻ ശരീരവും മനസ്സുമാണ് എന്ന് ധരിച്ച് ജീവിക്കുന്നവനാണ്. അവന് പാപവും പുണ്യവും ഒക്കെ ഉണ്ട്. എന്നാൽ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമില്ല. ഒരു പുണ്യവും പാപവും ഇവിടെയില്ല. ഇത്തരത്തിലുള്ള വിഹിത കർമ്മങ്ങളൊന്നും തന്നെ ജ്ഞാനിക്കില്ല. ജ്ഞാനി കർമ്മത്തിലോ കർമ്മഫലത്തിലോ സക്തനല്ല എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. ഇത്തരത്തിൽ കർമ്മമുക്തരാകേണ്ടതിൻ്റെ ആവശ്യകതയെ പറഞ്ഞ ശേഷം ശ്രീരാമചന്ദ്രൻ തുടർന്നുപദേശിക്കുകയാണ്.
ശ്രദ്ധാന്വിതസ്തത്വമസീതി വാക്യതോ ഗുരോ പ്രസാദാദവിശുദ്ധമാനസഃ. അത്യധികം ശ്രദ്ധയോടെ ശുദ്ധമാനസരായി സദ്ഗുരുവിൽ നിന്നും തത്വമസ്യാദി മഹാവാക്യങ്ങളെ ശ്രവിച്ച് ആത്മജ്ഞാനമടഞ്ഞ് സുഖിയും അചഞ്ചലനുമായി തീരൂ എന്നാണ് ശ്രീരാമൻ പറയുന്നത്. ആദൗ പദാർത്ഥാവഗതിർഹി കാരണം വാക്യാർത്ഥ വിജ്ഞാനവിധോ വിധാനത. മഹാവാക്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാനായി ആദ്യം നാം ആ വാക്യങ്ങളിലെ വാക്കുകളുടെ അർത്ഥത്തെ ഗ്രഹിക്കണം. തത്വം അസി, തത് അത്, ത്വം നീ, തത് അഥവാ അത് പരബ്രഹ്മം പരമാത്മാവ്, ത്വം അഥവാ നീ ജീവാത്മാവ് അഥവാ പ്രത്യേക ശരീരമായി കാണപ്പെടുന്നത്. അസി എന്ന ശബ്ദം രണ്ടിൻ്റെയും സംയോഗത്തെ കാണിക്കുകയാണ് ഇവിടെ. പരമാത്മാവും നീയും രണ്ടല്ല ഒന്ന് തന്നെയാണ്. നീ അത് തന്നെയാണ്, നീ ആ പരമാത്മാവ് തന്നെയാണ് എന്ന് പറയുകയാണ്. അത് നീയാകുന്നു, നീ ബ്രഹ്മം തന്നെയാകുന്നു, നീ തന്നെ ബ്രഹ്മം, ബ്രഹ്മം നീ തന്നെ, ഇതാണ് പറയുന്നത്. ഈ ചാന്തോഗ്യ ഉപനിഷത്തിൽ ഉദ്ദാലകാരുണി തൻ്റെ മകനായ ശ്വേതകേതുവിനെ ആവർത്തിച്ചുറപ്പിച്ചു കൊടുക്കുന്ന മഹാവാക്യമാണ് തത്വമസി. തത്വമസി ശ്വേതകേതു, അത് നീ തന്നെയാകുന്നു, ബ്രഹ്മം നീ തന്നെയാകുന്നു എന്നത്. നീ എന്തിനെ തേടുന്നു അത് നീ തന്നെയാകുന്നു. പ്രത്യക് പരോക്ഷാദി വിരോധമാത്മനോർ വിഹായ സംഗൃഹ്യതയോശ്ചിതാത്മതാം. പ്രത്യക് പരോക്ഷാദി ജീവാത്മാവ് പരമാത്മാവ്, ജീവാത്മാവ് അഥവാ ശരീരമുള്ളത് ലൗകികൻ, അപൂർണൻ, പ്രത്യക്ഷൻ ഇങ്ങനെയുള്ള ജീവാത്മാവും അരൂപിയും പൂർണ്ണനുമായ പരമാത്മാവും എന്നിങ്ങനെയുള്ള ഭേദങ്ങളെ പൂർണ്ണമായും ത്യജിച്ചുകൊള്ളണം. അങ്ങനെ ഒരു രണ്ടില്ലാത്തതാണ്. ജീവാത്മാവ് പരമാത്മാവിൽ നിന്നും വേറിട്ടതല്ല, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ ഒരു ദ്വൈതം അവിടെ ഇല്ല. ബാഹ്യലക്ഷണങ്ങളെ കളഞ്ഞ് സകലത്തിലുമുള്ള ചൈതന്യത്തെ അന്വേഷിച്ചറിഞ്ഞ് അതായി ഭവിക്കൂ എന്നാണ് ശ്രീരാമചന്ദ്രൻ പറയുന്നത്. ഏകാത്മകത്വ ജഹദീന സംഭവേ തഥാ ജഹല്ലക്ഷണത വിരോധത. ഇത് ആ തത്വം അസി എന്നുള്ളതുണ്ടല്ലോ, അസി എന്നുള്ള വാക്കിനെ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞു തരികയാണ്. നമ്മളത്രയും കോംപ്ലിക്കേഷനിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അത് സംസ്കൃത വ്യാകരണവും അത് ധ്വനി സംബന്ധമായിട്ടുള്ള ചില പ്രകരണങ്ങളും ഒക്കെയാണിത്. സംസ്കൃതം അറിയാത്തവർക്ക് അതിലൊരു ക്ലാരിറ്റി ലഭിക്കുകയില്ല. അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇതിൻ്റെ ജ്ഞാനാർത്ഥം ഇതാണ്. തത്വം അസി എന്നാൽ അത് നീയാകുന്നു, ബ്രഹ്മം നീയാകുന്നു. ഇതങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഇനി ശരീരത്തിൻ്റെ സ്വഭാവം പറയുകയാണ്. രസാദി പഞ്ചീകൃതഭൂത സംഭവം ഭോഗാലയം ദുഃഖസുഖാദികർമ്മണാം. പഞ്ചഭൂതങ്ങളാൽ ഉളവായതും കർമ്മഫലങ്ങളാൽ ഉണ്ടായ സുഖദുഃഖങ്ങളെ അനുഭവിക്കാനുള്ളതും ജനിമൃതികളുള്ളതുമായ സ്ഥൂല ശരീരം. സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നിങ്ങനെ 3 ശരീരങ്ങളുണ്ട് എന്നാണല്ലോ നാം പറയുന്നത്. അല്ലെ, ആദ്യത്തെ സ്ഥൂല ശരീരം എങ്ങനെയാണ്? പഞ്ചഭൂതങ്ങളാൽ ഉളവായതും നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ അതിനാലുളവായ സുഖദുഃഖങ്ങൾ ഇതിനെ അനുഭവിക്കാനുള്ളതും ജനിമൃതികളുള്ളതുമായ സ്ഥൂല ശരീരം. കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, പ്രാണന്മാർ ഇവയോട് കൂടിയതും സൂക്ഷ്മമായ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതും മനസ്സ്, ബുദ്ധി ഇവയാൽ നയിക്കപ്പെടുന്ന സ്ഥൂല ശരീരത്തോട് ചേർന്നിരുന്ന് അതിൻ്റെ വാസനകളെ അനുഭവിക്കുന്നതുമായ ജീവനെ സൂക്ഷ്മ ശരീരമെന്നും. അതായത് ഈ സ്ഥൂല ശരീരത്തോട് ചേർന്നിരുന്ന് ഈ സ്ഥൂല ശരീരം അനുഭവിക്കുന്ന വാസനകളെ ഏതാണ്ട് ഒരു പങ്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ, അതിനെ സൂക്ഷ്മ ശരീരം എന്നും. ആദിമധ്യാന്തരഹിതവും സത്യാസത്യങ്ങളായി നിർണയിക്കാനാവാത്തതും സ്ഥൂല സൂക്ഷ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമായതുമായ മറ്റൊരു മായാ ശരീരമുണ്ട്. അതിനെ കാരണ ശരീരമെന്നും ജ്ഞാനികൾ പറയുന്നു. ഇനി ഈ 3 ശരീരങ്ങളെയും മായാകൃതങ്ങളെന്നറിഞ്ഞ് ആത്മാവിൽ ലയിപ്പിക്കേണ്ടതാണ്. ഇവ 3 ഇല്ലാത്തത് തന്നെയാണ്.
ഈ 3 ശരീരങ്ങളും ഇല്ലാത്തത് തന്നെയാണ്. ഇതിലെന്തെങ്കിലും ഒന്നുണ്ട് എന്ന് വന്നാൽ മറ്റത് രണ്ടും അവിടെ ഉണ്ടായി വരും. ഇല്ലാത്തത് തന്നെയാണ് അത്. ഉള്ളത് ചൈതന്യം അഥവാ ബ്രഹ്മം മാത്രമാണ്. അതിന് സ്ഥൂലമോ സൂക്ഷ്മമോ കാരണമോ ഇല്ല. അങ്ങനെയുള്ള ബ്രഹ്മമാണ് നീ ബ്രഹ്മമാണ്, അല്ലാതെ ഈ 3 അടരുകളുള്ള ഒരു ശരീരമല്ല. ഇതൊന്നുമില്ലാത്ത ശുദ്ധബോധാത്മമായ ബ്രഹ്മം മാത്രമാണ് നീ എന്നത് ഉറപ്പിച്ചു കൊള്ളുക എന്ന് ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രൻ പറയുകയാണ്.